നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പറയുന്ന സെറ്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. Which among the following is a characteristics of K selected species? So നമുക്കറിയാം K selected species ഉണ്ട്, അതേപോലെ R selected speciesകൾ ഉണ്ട്. ഇതിൽ K selected എന്ന് പറയുന്നത് ഓൾവേസ് ഹ്യൂമൻസുമായിട്ട് റിലേറ്റ് ചെയ്യുക. R selected എന്ന് പറയുന്നത് അവരായിരിക്കും പൊതുവെ ഫിഷ്. R selected ഫിഷ് ആണ്. K selected എന്ന് പറയുന്നത് ഹ്യൂമൻസ് വെച്ച് നോക്കുക. സോ അതിലെ ഫസ്റ്റ് ഹൈ റിപ്രൊഡക്റ്റീവ് റേറ്റ്. ഹ്യൂമൻസിന്റെ കേസിൽ ഹൈ റിപ്രൊഡക്റ്റീവ് റേറ്റ് ആണോ? അല്ല. പുവർ പാരന്റൽ കെയർ. റോങ് ആൻസർ ആണ്. ഹ്യൂമൻസിനെല്ലാം K selected സ്പീഷീസുകൾക്ക് എന്തുണ്ട്? ഹൈ പാരന്റൽ കെയർ ഉണ്ട്. സ്റ്റേബിൾ പോപ്പുലേഷൻ നിയർ ക്യാരിയിങ് കപ്പാസിറ്റി, അത് കറക്റ്റ് ആണല്ലേ? ലാസ്റ്റ് നോക്കുക, ഡി ഷോർട്ട് ലൈഫ് സ്പാൻ അല്ല. മനുഷ്യരിൽ ഒരു 60-70 ഇയേഴ്സ് വരെ, 70, 80, 90, 100 വരെ ലൈഫ് സ്പാൻ ഉള്ളവരുണ്ട്. സോ അതിന് ഷോർട്ട് അല്ല, ലോങ് ലൈഫ് സ്പാൻ ആണ്. സോ ആൻസർ ഏതാ വരുന്ന? ഓപ്ഷൻ സി ആണ്, സ്റ്റേബിൾ പോപ്പുലേഷൻ നിയർ ക്യാരിയിങ് കപ്പാസിറ്റി. സോ ഈ പറയുന്ന K selected സ്പീഷീസ് എന്ന് പറയുന്നത് അവർ പൊതുവെ എന്ത് നോക്കാനാണ്? നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള ക്യാരിയിങ് കപ്പാസിറ്റിനെ സ്റ്റേബിൾ ആക്കി നിൽക്കുക, അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി ഓൾവേസ് അത് നിയർ ആക്കി വെക്കാനാണ് K selected സ്പീഷീസുകൾ ഉള്ളത്. അവർക്ക് ഫ്യൂവർ ഓഫ് സ്പ്രിങ്സ് ആണ്, ലോങ്ങർ ലൈഫ് സ്പാൻ, അതേപോലെ തന്നെ പാരന്റൽ കെയർ എല്ലാം കൂടുതലാണ്. K selected എന്ന് പറയുമ്പോൾ ഹ്യൂമൻസും, R selected എന്ന് പറയുന്നത് ഫിഷിനെയും കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓർത്തെടുക്കാം. Next, identify the following statements among correct statements among the following. ഇതിൽ ഏതൊക്കെ statements ആണ് correct ആയിട്ടുള്ളത്? Pollution is easier to prevent than to clean up. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലീനപ്പിനേക്കാളും ഏറ്റവും നമുക്ക് ഈസിയർ ആയിട്ടുള്ളത് പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഓൺലി ലിവിംഗ് ഓർഗാനിസംസ് ഇൻഫ്ലുവൻസ് എക്കോസിസ്റ്റം ഫംഗ്ഷൻ. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലിവിംഗ് ഓർഗാനിസംസിന് മാത്രമല്ല എക്കോസിസ്റ്റം ഫംഗ്ഷനെ അഫക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 2 റോങ് ആണ്. 3, വെറ്റ്ലാൻഡ് ഫിൽറ്റർ. വെറ്റ്ലാൻഡ്സ് ഫിൽറ്റർ പൊല്യൂട്ടൻസ് ആൻഡ് റെഡ്യൂസ് ഫ്ലഡിങ്. അതെ, ഈ പറയുന്ന വെറ്റ്ലാൻഡ്സിനെ നമുക്ക് എന്താ പറയാം? നാച്ചുറൽ ഫിൽറ്റേഴ്സ് എന്ന് പറയാം. നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരിസരത്തുള്ള പൊല്യൂട്ടൻസിനെ ഫിൽട്ടർ ചെയ്യാനും അതുകൂടാതെ അവിടെയുള്ള ഫ്ലഡിങ്ങിനെല്ലാം റെഡ്യൂസ് ചെയ്യാൻ ആര് നോക്കുന്നുണ്ട്? വെറ്റ്ലാൻഡ്സ് നോക്കുന്നുണ്ട്. മാറ്റർ ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ഇക്കോസിസ്റ്റം. അതും എങ്ങനെയാണ്? റോങ് ആണ്. സോ 2ഉം 4ഉം ആണ് ഇതില് റോങ് ആയിട്ടുള്ളത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 and 3 ആണ്. സോ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി 1 and 3 ആണ്. നോക്കുക, ഈ പറയുന്ന അബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണ്? ലിവിംഗ് ഓർഗാനിസംസ് മാത്രമല്ല ഡു നോട്ട് ഇൻഫ്ലുവൻസ് എക്കോസിസ്റ്റം. കാരണം അവിടെ പ്രധാനമായിട്ടും എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എബയോട്ടിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സൺലൈറ്റ്, വാട്ടർ, മിനറൽസ്, ടെമ്പറേച്ചർ എല്ലാമാണ്. അതുകൂടാതെ മാറ്റർ ക്യാൻ ബി ക്രിയേറ്റഡ് എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ്. അത് ഏത് ലോ ആണ് ഫോളോ ചെയ്യുന്നത്? മാറ്റർ ഫോളോ ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ആണ്. ഇറ്റ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. അവരെന്താ ഉള്ള മാറ്ററിനെ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. Next, a group of organisms sharing a common ancestor and all its descendants is called. കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ക്ലാഡ്, ബി പോളിഫൈലറ്റിക് ഗ്രൂപ്പ്, പാരാഫൈലറ്റിക് ഗ്രൂപ്പ്, സ്പീഷ്യസ്. ഏതാണ്? ഓപ്ഷൻ എ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ക്ലാഡ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാഡ് എന്ന് പറയുന്നത് ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പ്, അഥവാ ഒരു കോമൺ ആൻസിസ്റ്ററും അതിന്റെ എല്ലാ ഡിസെൻഡൻസും ഉള്ള ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാഡ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് എവല്യൂഷണറി ലീനേജ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. പോളിഫൈലറ്റിക് ഗ്രൂപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്? പോളി പേരിൽ തന്നെയുണ്ട്, ഡിഫറെന്റ് ഓർഗാനിസം അല്ലെങ്കിൽ ഡിഫറെന്റ് ആൻസിസ്റ്റേഴ്സ് അതിനകത്ത് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ ചില ഡിസെൻഡൻസിനെ അതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്പീഷീസ് നമുക്കറിയാം റോങ് ആൻസർ ആണ്. അതൊരു റിപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആണ്, അല്ലാതെ എന്തല്ല ഒരു ഡിസെൻഡൻസോ അല്ലെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്ററോ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു ലിസ്റ്റ് 1 തന്നിരിക്കുന്ന അതിന്റെ ഓർഗാനിസവും ലിസ്റ്റ് 2 അത് ഏത് ക്ലാസ്സിൽ വരുന്നു എന്നറിയാൻ വേണ്ടിയാണ്. ആംഫിയോസിസ്.
ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ് എന്ന് നമ്മൾ പറയുന്നത് അതൊരു പ്രിമിറ്റീവ് കോഡേറ്റ് ആണ്. അതിൽ വരുന്നത് ഏതാണ്? അത് ഇതിനകത്താണ് വരുന്നത്. ഈ പറയുന്നതിൽ സഫാലോ കോഡേറ്റ് ആണ് ആംഫിയോക്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹട്ട്മാനി ആണ്. ഹട്ട്മാനി അല്ലെങ്കിൽ സീ സ്ക്വാട്ട് എന്ന് പറയുന്നു. അത് വരുന്നത് യൂറോ കോഡേറ്റയിലാണ്. ഷാർക്ക് നമുക്കറിയാം, ഷാർക്ക് ഒരു ഫിഷ് ആണ്. ഫിഷ് ഇതിൽ ഏതാണ്? കോൺട്രാക്ടൈസ് കാർട്ടിലേജിനസ് ആയിട്ടുള്ള സ്കെലട്ടൺ ഉള്ള ഫിഷുകളാണ് കോൺട്രാക്ടൈസ് ക്ലാസുകളിനകത്തുള്ളത്. അതിൽ വരുന്ന ഷാർക്ക് ആണ്. ഫ്രോഗ് ഇത് ആംഫിബി ആണ്. സോ നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നോർത്തേൺ ബ്ലോട്ട് ഡിറ്റക്ട്സ്. ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രോട്ടീനെയും DNA, RNA എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് 3 പ്ലോട്ടിംഗ് ടെക്നിക്സ് ആണ്. ഇതിൽ നോർത്തേൺ ബ്ലോട്ടിംഗ് എന്തിനാണ്? പ്രോട്ടീൻ, DNA, മെറ്റാബോളൈസ് RNA. ഇതാണ് നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. RNA ഡിറ്റക്ട് ചെയ്യാനാണ്. RNA ഡിറ്റക്ട് ചെയ്യാനാണ് നോർത്തേൺ ബ്ലോട്ട് എന്ന് പറയുന്നത്. എസ്പെഷ്യലി അതിൽ mRNA ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. പ്രോട്ടീൻ ഡിറ്റക്ഷൻ ആണെങ്കിലാണ് അത് വെസ്റ്റേൺ ബ്ലോട്ട് ആവുന്നത്. DNA ഡിറ്റക്ഷൻ വരുന്നത് സദേൺ ബ്ലോട്ടിലാണ്. സാങ്കർ സീക്വൻസിംഗ് ഈസ് ബേസ്ഡ് ഓൺ. സാങ്കർ സീക്വൻസിംഗ് എന്ന് പറയുന്നത് ഒരു ചെയിൻ ടെർമിനേഷൻ റിയാക്ഷൻ ആണ്. റാൻഡം പ്രൈമിംഗ്, റെസ്ട്രിക്ഷൻ ഡൈജഷൻ, ഫ്ലൂറസെന്റ് ഫ്രോം DDNTP ചെയിൻ ടെർമിനേഷൻ. സാങ്കർ സീക്വൻസിംഗ് ഇതിൽ ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് വർക്ക് ആവുന്നത്? ഏതാണ്? അത് ചെയിൻ ടെർമിനേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഓപ്ഷൻ ഡി, DDNTP ചെയിൻ ടെർമിനേഷൻ റിയാക്ഷനിലൂടെയാണ് വരുന്നത്. DDNTP എന്ന് പറഞ്ഞാൽ ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡുകൾ. ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡുകൾ അഥവാ അതിന്റെ 3' ത്രീഡാഷിനകത്ത് എന്തില്ല? OH ഗ്രൂപ്പ് ഉണ്ടാവില്ല. 3' OH ഗ്രൂപ്പ് ഇല്ലെങ്കിൽ 5' ഫോസ്ഫേറ്റിന് വന്ന് അവിടെ എന്ത് ഫോം ചെയ്യാൻ സാധിക്കില്ല? ബോണ്ട് ഫോം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അവിടെ ആ ചെയിൻ ടെർമിനേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ സാങ്കർ സീക്വൻസിംഗ് എന്ന് പറയുന്നത് DDNTP ചെയിൻ ടെർമിനേഷന്റെ ബേസിസിലാണ്. അടുത്തതൊരു അസേർഷൻ റീസണിംഗ് ആണ്. അസേർഷൻ nutrient cycling is not essential for ecosystem sustainability. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ന്യൂട്രിയൻ സൈക്ലിംഗ് എക്കോസിസ്റ്റം സസ്റ്റൈനബിലിറ്റിക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? അല്ല. കാരണം ന്യൂട്രിയൻ സൈക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബയോ കെമിക്കൽ സൈക്കിൾസ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് അത്യാവശ്യമായിട്ടുള്ള അതിന്റെ സസ്റ്റൈനബിലിറ്റിയും ഫംഗ്ഷനിങ് എല്ലാം അത്യാവശ്യമായിട്ടുള്ളതാണ്. സോ അസേർഷൻ ഫോൾസ് ആണ്. അടുത്ത നോക്കുക, ന്യൂട്രിയൻസ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ നാച്ചുറൽ പ്രോസസ്. അത് കറക്റ്റ് ആണോ? നാച്ചുറൽ പ്രോസസ്സിലൂടെ ഏതെങ്കിലും ന്യൂട്രിയൻസ് ഉണ്ടാകുന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. ഫോട്ടോസിന്തസിസ് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. അതിൽ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഈ പറയുന്ന ഒരുപാട് മൈക്രോബ്സ് വെച്ച് ഓരോ മൈക്രോബ്സ് ഓരോ വ്യത്യസ്ത ടൈപ്പിലുള്ള വിറ്റാമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് ഈ ന്യൂട്രിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന അസേർഷൻ ഫാൾസ് ആണ്. റീസൺ എന്താണ്? റീസൺ ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അടുത്തത് കമ്പ്യൂട്ടേഷണൽ ഡ്രഗ് ഡിസ്കവറി ഇനിഷ്യലി യൂസസ്. ഡ്രഗ് ഡിസ്കവറിയിലെ ഫസ്റ്റ് സ്റ്റേജസിൽ ഇതിൽ ഏതാണ് വരുന്നത്? ടോക്സിക്കോളജിക്കൽ ടെസ്റ്റ് ഓൺ ആനിമൽസ്, മോളിക്കുലാർ ഡോക്കിംഗ് ആൻഡ് വെർച്വൽ സ്ക്രീനിങ്, പ്രിപ്പയറിംഗ് സെൽ കൾച്ചർ, സ്പീസിയ. ഒരു ഡ്രഗിന്റെ ഡിസ്കവറിയിൽ ഫസ്റ്റ് വരുന്നത് വിർച്വൽ സ്ക്രീനിങ് ആണ്. എന്താണ്? ഓപ്ഷൻ ബി, മോളിക്കുലാർ ഡോക്കിംഗ് ആൻഡ് വിർച്വൽ സ്ക്രീനിങ് ആണ്. എന്താണ് ഈ പറയുന്ന മോളിക്കുലാർ ഡോക്കിംഗ് അല്ലെങ്കിൽ വിർച്വൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രഗിനെ മനസ്സിലാക്കി ആ ഡ്രഗ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഏത് പ്രോട്ടീനോട് എതിരെയാണോ പ്രതികരിക്കേണ്ടത് ആ പ്രോട്ടീനോട് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് പ്രോട്ടീനോട് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുണ്ടോ? ഡിജിറ്റലി നമ്മളത് ടെസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഫോം ചെയ്ത ഡ്രഗിന് എന്ത് ചെയ്യാൻ? ടാർഗറ്റ് ആയിട്ടുള്ള പ്രോട്ടീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിവുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു? ഡിജിറ്റലി ടെസ്റ്റ് ചെയ്യുന്നു. ഡിജിറ്റലി ടെസ്റ്റ് ചെയ്ത് അതിന്റെ വാല്യൂ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന അനിമൽ ടോക്സിസിറ്റിയിലേക്കും സെൽ കൾച്ചർ പോലുള്ള എക്സ്പെരിമെന്റൽ സ്റ്റഡീസിലേക്ക് പിന്നെ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിർച്വൽ സ്ക്രീനിങ് തന്നെയാണ്. അടുത്തത് ഇനി വൺ വേ അനോവ ദ നൾ ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റസ്. വൺ വേ അനോവയിലെ നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? All group means are equal. At least one group mean is different. All group have the same variance. None of the above. ഏതാണ് വൺ വേ അനോവയിലെ നൾ ഹൈപ്പോത്തിസിസ്? All group means are equal. അതാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യുന്ന വെക്കുന്നത്. വൺ വേ അനോവയിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യുന്നത്
ഓൾ ഗ്രൂപ്പ് മീൻസ് ആർ ഈക്വൽ എന്നാണ്. ഏതെങ്കിലും ഒരു മീൻ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് അതിനെ പരിഗണിക്കും. ഹിസ്റ്റോൺ അസറ്റൈലേഷനിൽ ഇതിൽ ഏത് പ്രവർത്തനമാണുള്ളത്? ഇൻഹിബിറ്റ്സ് DNA replication, combats chromatin, reduce gene expression, relaxes chromatin and increase transcription. ഇതില് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അതെല്ലാം എന്താണ്? ഇനാക്റ്റീവ് ആകുക, ഇൻഹിബിറ്റ്. അതേപോലെ തന്നെ കോംപാക്ട്, റെഡ്യൂസ് എല്ലാം ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി മാത്രം എന്ത് പറയുന്നുള്ളൂ? റിലാക്സ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷനെ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഹിസ്റ്റോൺ അസറ്റൈലേഷൻ അഥവാ നമ്മുടെ DNA റാപ്പ് ചെയ്തിരിക്കുന്ന ഹിസ്റ്റോണിന് എന്ത് ചാർജാ ഉള്ളത്? പോസിറ്റീവ് ചാർജ് ആണുള്ളത്. DNA നെഗറ്റീവ് ചാർജും ഹിസ്റ്റോണിന്റെ പോസിറ്റീവ് ചാർജും വെച്ചിട്ടാണ് ഈ പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഇത്ര ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോൺ വന്ന് അതിൽ ബൈൻഡ് ചെയ്താൽ, അസറ്റൈൽ ഗ്രൂപ്പ് വന്ന് ഹിസ്റ്റോണിലേക്ക് ബൈൻഡ് ചെയ്താൽ ഹിസ്റ്റോണിന്റെ പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യും. സോ അവിടെ DNA-യിലെയും അതേപോലെ തന്നെ ഹിസ്റ്റോണും തമ്മിലുള്ള ആ ഒരു ബൈൻഡിങ് അവിടെ ലൂസ് ആവുന്നു. ലൂസ് ആയാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? യുക്രോമാറ്റിൻ ഫോം ആയി ജീൻ ആക്ടിവേറ്റ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ എന്ത് പറ്റുന്നു? ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ആകുന്നു. സോ ഇതാണ് ഹിസ്റ്റോൺ അസറ്റൈലേഷനിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.